ഇതിന്റെ മരുന്ന് കണ്ടായിരുന്നോ? മരുന്ന് കണ്ടു, എന്താ മനസ്സിലായില്ല. ഇത് മനസ്സിലായില്ല അല്ലേ? അമ്മ ഓർക്കുന്നുണ്ടോ പണ്ട് അമ്മയ്ക്ക് എന്നാ മെനോപോസ് വന്നപ്പം അമ്മയ്ക്ക് ചൂടെടുക്കണു, പിന്നെ തണുക്കണു, ഫാൻ ഇടാൻ പറയണു, പിന്നെ ഓഫ് ചെയ്യാൻ പറയണു, ഓർക്കണ്ടോ? ഓക്കെ. അന്ന് അമ്മയുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള മരുന്നൊന്നും ഇല്ല, അറിയാനും പാടില്ലായിരുന്നു. പിന്നെ വെല്ലുമിച്ചി അത് ഉഷ്ണസഞ്ചാരം എടുക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ ഞങ്ങളിന്ന് കളിയാക്കിയിരിക്കുവായിരുന്നു. ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഞങ്ങളെ മനസ്സിലാക്കണത് ഇതാണല്ലോ. അങ്ങനെ കൊറേ കളിയാക്കലുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ചുമ്മാ കൊച്ചു വർത്താനം പറയാറുണ്ട് ചാച്ചാ. ചാച്ചിന് ഞാൻ അപ്ഡേറ്റും തന്നെ. ഇതുണ്ടോ പത്രം പോലെ? ഇത് എനിക്ക് അന്ന് ഇപ്പൊ 3 ആഴ്ചയല്ലേ നമ്മളിത് തുടങ്ങിയിട്ടാ. ചാച്ചന് ഓർമ്മയില്ല ഞാൻ രാത്രി എണീക്കുന്നതും ഉറക്കം വരുന്നില്ലായിരുന്നു. രാത്രി ചൂടെടുക്കുമ്പം തണുപ്പ് വേണമെന്ന് പറയും, തണുപ്പിട്ട് കഴിയുമ്പോൾ ചൂട് വേണമെന്ന് പറയും, ഉറങ്ങാൻ പറ്റുന്നില്ല, കംപ്ലൈന്റ് ആയിരുന്നു, ശരീരവേദനയായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാ പ്രശ്നം? എന്നാ നീ എന്നാ ചെയ്യുന്നേ? ഞാന് ഇപ്പൊ അന്ന് ബ്ലഡ് വർക്ക് ചാച്ചനെ കാണിച്ചില്ലല്ലോ. ബ്ലഡ് വർക്ക് എടുത്ത് പെട്ടെന്ന് നോക്കിയത് അവിടെ ഇരിക്കുന്നു. ഇപ്പൊ സമയം കിട്ടിയില്ല അമ്മ, ഞങ്ങളുടെ ഈ തിരക്ക് കാരണം. അതുപോലെ ഈ വീഡിയോ പിടിക്കണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കുക, അതൊന്നും സാധിച്ചില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും പറ്റുന്നത് എനിക്ക് കഴിഞ്ഞ 2022 സെപ്റ്റംബറിന് ശേഷം പീരീഡ്സ് വന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കും, അതായത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, വേർത്ത് കുളിച്ച് എഴുന്നേക്കും, പിന്നെ ചൂടാവും, പിന്നെ വേർക്കും, പിന്നെ ഭയങ്കര ആവലാതി, നിങ്ങളിങ്ങനെ വന്നെത്തുന്നത് വരെ ആവലാതി, എന്തിനും ഏതിനും എനിക്ക് ആവലാതി, അതായത് ആൻസൈറ്റി ആയിരുന്നു. ഇത് രണ്ടുമാണ് എനിക്ക് പ്രകടമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 2022 സെപ്റ്റംബർ മുതൽ നമുക്ക് പീരീഡ്സ് വന്നിട്ടില്ല. അതിനി 1 വർഷം തുടർന്നാൽ, ഒരു മാസം പീരീഡ്സ് വന്നില്ലെങ്കിൽ 13ാമത്തെ മാസം മുതൽ നമ്മൾ മെനോപോസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള ഈ അവസ്ഥയുണ്ടല്ലോ, അതായത് വരാതെ 12 മാസം വരെയുള്ള അവസ്ഥയെ നമ്മൾ പെരി മെനോപോസ് എന്ന് പറയും, അതായത് അറൗണ്ട് മെനോപോസ്. ഈ സമയത്താണ് നമുക്ക് ഞാനിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ എടുത്തേന്ന് പറഞ്ഞു. ഫാമിലി ഡോക്ടർ എന്നെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തിട്ട് വിട്ടു. നമ്മൾ ബ്ലഡ് വർക്ക് എല്ലാം ചെയ്തു, ഡോക്ടർ എല്ലാം നോക്കിയപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആണ്, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ വരുമ്പോൾ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഇതാ എൻ്റെ റിസൾട്ട്. കുഴപ്പമില്ലല്ലോ, ഹെമറ്റോളജി എല്ലാം നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓ, നിന്റെ പ്രൊജസ്ട്രോൺ പൊടി പോലും കണ്ടുപിടിക്കാൻ കുറവാണ്. കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ കോർട്ടിസോൾ ഞാൻ ഡോക്ടറോട് എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കോർട്ടിസോൾ ഭയങ്കര ആയിരിക്കുന്നു, പക്ഷെ റേഞ്ചിനുള്ളിലാണ്, നോർമലാണ്. തൈറോയിഡ് നന്നായി. അപ്പൊ ഡോക്ടർ തൈറോയിഡിന്റെ ഡോസ് കുറച്ചു. അപ്പൊ ഈ സ്ത്രീ ഹോർമോണായ പ്രൊജസ്ട്രോണും ഈസ്ട്രജനുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആൻസൈറ്റി. എനിക്കല്ലാതെ വലിയ ആൻസൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പോൾ അതെനിക്ക് ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു ഈസ്ട്രജൻ കുറവായിരിക്കും എന്ന്. അപ്പോൾ ഡോക്ടർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു. നമുക്ക് ചുമ്മാതെ ഈ മരുന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഡോക്ടർ കുറിച്ച് ഈ മരുന്ന് നമ്മുടെ ലിവർ, കരൾ നല്ലതായിട്ടാണ് വർക്ക് ചെയ്യണേന്ന് നോക്കും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ അടുത്ത ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടർ ഇത് പ്രിഫർ ചെയ്യൂല. കാരണം ഈ 2 മരുന്നുകളും ബ്രസ്റ്റ് ക്യാൻസറും പിന്നെ ഓവറിക്ക് ക്യാൻസർ അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും എല്ലാ തരം ബ്ലഡ് വർക്കും ഡോക്ടർ ചെയ്തു. അവസാനം ഇത് തീരെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ എൻ്റെ നേരെ നോക്കി ഒരു ചിരിച്ചു. അപ്പോൾ നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ് ഇതിന് പറയണത്. അതായത് നമ്മളില്ലാത്ത ഹോർമോൺ ഉണ്ടാക്കി എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കൊടുക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞു, ബെഡ് ടൈമിലാണ്. പക്ഷെ ഈസ്ട്രജൻ എനിക്ക് വായിക്കൂടി കഴിക്കാൻ അത്ര തൃപ്തിയല്ല. കാരണം നമ്മൾ വായിക്കൂടി കഴിക്കുമ്പോൾ ഇത് ലിവറാണ്, നമ്മുടെ കരളാണ് ഇതൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് ഇത് ബ്ലഡിൽ കുറേ നേരം തങ്ങി നിൽക്കാനും കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ ട്രാൻസ്ഡെർമൽ ജെല്ലെന്ന് പറയും, തൊലിപ്പുറമേ വരട്ടിയാൽ മതി. പിന്നെ ഭംഗിയായിട്ട്
രാജൻ ഓർക്കുന്നില്ല, ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. പെരട്ടി അന്ന് തന്നെ വ്യത്യാസം വന്നു. രാവിലെ ഒത്തിരി താമസിച്ച എഴുന്നേറ്റ് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഒത്തിരി വ്യത്യാസം, മേലുവേദന ഒത്തിരി കുറഞ്ഞു. ഞാനത് ആലോചിക്കണേ. കാര്യം ഇതിന്റെ നമ്മൾ ഈ മെനോപോസ് സമയത്ത് ഇവര് പറയും മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഞാൻ 20 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്താണ് എനിക്ക് ജോയിന്റ് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഭയങ്കര മേലുവേദന. ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ മേലുവേദന കൊണ്ടായിരുന്നു. പക്ഷെ ഇതൊരു 2 ഡോസ് ഈ മരുന്നും ചെന്ന് കഴിഞ്ഞപ്പോൾ മേൽവേദന മാറി. ഞാൻ കഴുത്തിന്റെ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു, വേദന കൊണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു സൗകര്യമോ അങ്ങനെയൊന്നും അറിയാനും പാടില്ല. ഇതൊക്കെ സ്ത്രീകൾ അനുഭവിക്കുക വിചാരിച്ചോണ്ടിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്കും കൂടി ഗുണപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത്ഭുതം തോന്നുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ. അത് ശരിക്കും ഞാനിത് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു? രണ്ടിനും ഒരേപോലെയുള്ള സൈഡ് ഇഫക്റ്റ് അല്ല. നമ്മള് ഇവര് വിമൻസ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ട്രയൽ ലാർജ് ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഡോക്ടർ തരുമ്പോൾ നമ്മളോട് എല്ലാം പറയും. ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് പേഴ്സണൽ ഹിസ്റ്ററി എനിക്ക് തന്നെയോ എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പൊ അമ്മയ്ക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഡോക്ടർ ഇത് കൊടുക്കൂല. പിന്നെ ഓവറിക്ക് ക്യാൻസർ, പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയാണ്. അതായത് അബ്നോർമൽ ബ്ലഡ് ക്ലോട്ടിങ് വരുന്ന പറഞ്ഞ. അപ്പൊ ഡോക്ടർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ചോദിച്ചു പുക വലിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പുക വലിക്കില്ല. പുക വലിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റ് വല്ലാതെ കുറയുകയും ആവശ്യമില്ലാത്ത സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കൂല. ഗോൾ ബ്ലാഡർ ഡിസീസ്, അതായത് പിത്താശയത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇന്റലക്ച്വൽ ഫങ്ഷൻ, അതായത് ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം സാധ്യതകളാണ്, പഠനത്തിൽ വന്നേക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇതെല്ലാം നോക്കിയിട്ട് ആ ഡോക്ടർ ഇത് കൊടുക്കുള്ളൂ. അപ്പൊ ഡോക്ടറിനോട് ചോദിക്കാതെ ആരും, ഈ വീഡിയോ കാണുന്ന ആരും ഡോക്ടറോട് ചോദിക്കാതെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങാൻ പാടില്ല. ഓക്കെ. പിന്നെ നമുക്ക് പറയേണ്ടത് ഇത് രണ്ടിനും ഏകദേശം ഈ 2 പേപ്പറുകളിലും ഈ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഒക്കെ ഏകദേശം ഒരുപോലെ എഴുതിയേക്കണം. പിന്നെ ഒരു കാര്യമുള്ളത് ഇല്ല, രണ്ടിലും ഒരുപോലെ ഒരേ ഇതാണ് പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ചെയ്തു യോഗ കൂടുതൽ ചെയ്യാനും എക്സസൈസിന്റെ കുറവും കൊണ്ട് അപ്പൊ ബ്ലഡിൽ നന്നായിട്ട് ഹോർമോൺ ഉണ്ടാകാൻ വേണ്ടി യോഗ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഡാൻസ് കളിച്ച് മനസ്സിൽ പ്രഷർ ഹോർമോൺ ഉണ്ടാക്കാൻ നോക്കി. ഇതൊന്നും സഹായിച്ചില്ല. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഈസ്ട്രജൻ ഇപ്പൊ പ്രൊജസ്ട്രോണും കൂടി എനിക്ക് കുറവുള്ളതുകൊണ്ടാണ് ഇത് തന്നത്. ഈസ്ട്രജൻ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഓവർ ഗ്രോത്ത് ആയിട്ട് ഭയങ്കരമായിട്ട് വളരും. ലൈനിങ്ങിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനെ ചെയ്യാൻ വേണ്ടി യൂട്രസ് ഉള്ളവർക്ക് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന മരുന്നും കൂടി കൊടുക്കും. യൂട്രസ് ഇല്ലാത്തവർക്ക് ഇത് എടുക്കേണ്ട ആവശ്യം. യൂട്രസിന്റെ അകത്തുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിങ്ങിനാണ് ഓവർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ യൂട്രസ് ഇല്ലാത്തവർക്ക് ഈ മരുന്ന് കൊടുക്കൂല ഡോക്ടർ. യൂട്രസ് ഉണ്ടെങ്കിൽ ഇതിന്റെ നല്ല എഫക്റ്റിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഈ ലൈനിങ് ഓഫ് യൂട്രസ്, ലൈനിങ്ങിൽ ഓവർ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടി പ്രൊജസ്ട്രോൺ കൊടുക്കും. പ്രൊജസ്ട്രോൺ ആ ലൈനിങ്ങിനെ തിന്നാക്കി വെച്ചുകൊണ്ടിരിക്കും, ഓവർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇതും കൂടി കൊടുക്കും. പോണെങ്കിൽ പൊക്കോ. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന എത്ര ഇതാ അമ്മയ്ക്ക് എന്തോരൊക്കെ അനുഭവിച്ചു. അമ്മയൊന്നും പഠിക്കുമ്പോൾ ഞാൻ ബിഫാമിന് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ബാക്കി ഞാനിത് ചെയ്തോളാം. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ കവറിൽ തന്നെ ഇട്ട് വെക്കണം എന്ന് അവർ പറയുന്നു. ഇത് നമ്മുടെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ആണ്. ഇതിന്റെ പേര് ഈസ്ട്രോജെൽ എന്നാണ്. ഇന്ത്യയിൽ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് യൂസ് ചെയ്യുന്നത് നമ്മള് ഇത് ഈ കവറിൽ നിന്ന് എടുക്കുന്നു. ഇത് 80 ഗ്രാം ഇതിനകത്തുണ്ട്. ഇത് മീറ്റേർഡ് ഡോസ് പമ്പാണ്. അപ്പോൾ ഒരു ഡോസ് എത്രയാ? ഒരു ഡോസ് 1.25 ഗ്രാം. ഡോക്ടർ എന്നോട് 2 ഡോസ് എടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് 2.5 ഗ്രാം. ഈ 80 ഗ്രാമിനെ നമ്മൾ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ 32 ഡോസ് ഉണ്ട്. 2 ഡോസ് ഇത് 1 മാസത്തേക്കുള്ള മെഡിസിനാണ്, 30 ദിവസത്തേക്കുള്ളത്. 2 ഡോസ് എന്തിനാണ് അധികം വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമേ ഇത് പ്രൈം ചെയ്ത് കളയണമെന്ന് പറയും. അതിനകത്ത് 2 ഡോസ് പോകണം. അതായത് ഇങ്ങനെ ഇത് ഈ പമ്പ് വഴി കൃത്യമായിട്ട്
വരുന്ന 2 ഇത് നമ്മൾ എടുത്തിട്ട് കളയണം. അതാണ് 2 എക്സ്ട്രാ ഡോസ്. ചില മെഡിസിനിൽ 5 ഡോസ് നമ്മൾ പ്രൈം ചെയ്ത് കളയണം എന്ന് പറയും. അത് ഓരോ മരുന്നിന്റെയും ഇതനുസരിച്ചിട്ടാണ്. അപ്പൊ എക്സ്ട്രാ ഡോസ് ഇതിനകത്തുണ്ട്. ബാക്കി 30 ദിവസം ഉപയോഗിച്ചാൽ മതി. ഇത് 30 ദിവസത്തിന് ശേഷവും നമ്മളിത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാനിത് പ്രൈം ചെയ്തത് ഓൾറെഡി ഇപ്പൊ 3 ആഴ്ച ആയാലും മരുന്ന് തുടങ്ങിയിട്ട്. നമ്മൾ ഇങ്ങനെ ഒരു കൈക്കുമ്പിളിൽ ഇത് എടുത്തിട്ട്, ഇത് ആലോവേര പോലെ തണുപ്പുള്ള ഒരു ജെല്ലാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് അതായത് 2000 അറ്റ്ലീസ്റ്റ് 2000 സെന്റിമീറ്റർ സ്ക്വയറിൽ ഇത് പറ്റണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ 2 കൈയുടെ പുറവും അകവും പറ്റണം. അത് ഈ പടത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ലീഫ്ലെറ്റിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കാരണം നമ്മുടെ സ്കിന്നിലെ അബ്സോർപ്ഷൻ കുറവാ. അപ്പൊ എത്രയും തിന്നായിട്ട് ഒരുപാട് സ്ഥലത്ത് പരട്ടാൻ പറ്റുന്നു. അങ്ങനെയാണ് ഒരിടത്ത് തന്നെ വെച്ചിരുന്നാൽ അവിടുന്നുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അതിൽ കൂടുതൽ അബ്സോർബ് പിടിക്കില്ല. അത് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയത് ചാച്ചന് ഓർമ്മയില്ല. നാട്ടിലുള്ള ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്ന കുത്തി വെച്ചാൽ മാത്രമേ ഇത് ബ്ലഡിലോട്ട് കയറുള്ളൂ. ഇത് ഓരോ പ്രാവശ്യം കുത്തി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂസർ ഫ്രണ്ട്ലി അല്ല. അത് ഞാൻ അപ്പൊ തന്നെ മരുന്ന് ഉപേക്ഷിക്കും. ഓരോ ദിവസം രാവിലെ എടുത്ത് ഇത് കുത്തണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അടുത്തെടുത്തിട്ട് അടുത്ത ഒരു പമ്പ് ഇങ്ങനെ കുമ്പിള് കൂട്ടി ഇങ്ങനെ എടുത്തിട്ട്, സോറി അതൊക്കെ മറ്റേ കയ്യാലായിപ്പോയി, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിലും കൂടി പുരട്ടി 2 ഫുള്ള് തൊലിപ്പുറമെ ഇങ്ങനെ പുരട്ടി. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ ഇങ്ങോട്ട് ഈ കയ്യാലുള്ളത് ഇങ്ങോട്ടും ഈ കയ്യാലുള്ളത് ഇങ്ങോട്ടും കൂടി പുരട്ടുന്നു. എന്നിട്ട് 5 മിനിറ്റ് ഇത് ഉണങ്ങാൻ സമ്മതിക്കണം. പിന്നെ നമുക്കിത് കയ്യിൽ 2ലും പുരട്ടാം, 2000 സ്ക്വയർ സെന്റിമീറ്റർ. പിന്നെ വയറിന്റെ അവിടെ പുരട്ടാം, കാലിന്റെ അകത്തെ തൊടയിൽ പുരട്ടാം. എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ പുരട്ടിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കൈ ഇത് അങ്ങനെ റൊട്ടേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഉടുപ്പിടുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. പിന്നെ 1-2 മണിക്കൂർ നേരത്തേക്ക്, അതായത് സ്കിന്നിൽ നിന്ന് അകത്തേക്ക് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യണ വരെ വേറെ ആരും നമ്മളെ തൊടാൻ സമ്മതിക്കരുത്. കുളിക്കണമെങ്കിലും ഒക്കെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ വേറൊരു ക്രീമും ഈ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. കൈ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വേണം. കാരണം നമുക്ക് മാക്സിമം അബ്സോർപ്ഷൻ സ്കിന്നിൽ നിന്ന് പോയിട്ട് ബ്ലഡിലോട്ട് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. പിന്നെ പ്രൊജസ്ട്രോൺ നമ്മൾ കഴിക്കുന്നത്, ഞാൻ രാത്രി ബെഡ് ടൈമിലാണ് കഴിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ ഉണ്ട്, മേ കോസ് ഡിസ്നെസ്. ചിലപ്പോൾ നമുക്കൊരു തലചുറ്റൽ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയ തലചുറ്റൽ മേ കോസ് ഡിസ്നെസ്. അപ്പൊ നമ്മൾ കിടക്കാൻ നേരം കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങുക, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ 3 ആഴ്ചയായി കഴിക്കുകയാണ്. അതാണ്ടോ ഇത്രയും ഞാൻ കഴിച്ചു തീർന്നു. അപ്പം ഞാനൊരു എഫക്റ്റിന് വേണ്ടിയും കൂടി വീഡിയോ പിടിക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത്രയും കൂടി ഉള്ളൂ, ഇത് ഫുള്ള് ഗ്യാപ്പാണ്. ഇത്രയും മരുന്ന് ഞാൻ കഴിച്ചു തീർത്തതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്തിനാ പ്രൊജസ്ട്രോൺ ഉപയോഗിക്കും. പിന്നെ ഇത് ഒരു പ്രോഡക്റ്റിൻ്റെ, പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഇത് അകത്ത് ഇട്ട് വെക്കണം. കാരണം ഓരോ പ്രോഡക്റ്റിനും സ്റ്റെബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് ലൈറ്റ് സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ തിരിച്ച് ഈ കവറിൽ തന്നെ ഇട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെയും പ്രൊമോഷൻ അല്ല ഇത്. ഇന്ത്യയിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഡോക്ടർ ഇത് ചെയ്ത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. എനിക്ക് എൻ്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യണം, എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. അപ്പം മേൽവേദന ഒരു ബോണസ് പോലെ മാറി കിട്ടിയതാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എനിക്ക് കഴുത്തിന് സ്പോണ്ടിലോസിസ് ഉള്ളതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യണ വേദനയാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം എൻ്റെ മേൽവേദന കംപ്ലീറ്റ് മാറി. അപ്പം ഞാൻ ശരിക്കും പെയിനും പോയി. ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കഴുത്തും കൊണ്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. യോഗ ചെയ്യുന്നുണ്ടല്ലോ നമ്മള്, മൈയോഗയല്ലേ ചെയ്യുന്നേ. പക്ഷേ ഇത് എത്രയാണെങ്കിലും ഡോക്ടറോട് ചോദിക്കാതെ ഒരിക്കലും കഴിക്കാൻ മേല. കാരണം ബ്ലഡ് വർക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഡോക്ടർ മോണിറ്റർ ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മാമോഗ്രാം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 13-ാം തീയതി എനിക്ക് വീണ്ടും അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് മുമ്പേ എന്നോട് ബ്ലഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വരാൻ, ലംസ് വരാൻ ഡോക്ടർ എന്നെ നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞാനിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. എനിക്ക് ജോലി ചെയ്യണം നന്നായിട്ട്, എനിക്ക് ഉറങ്ങണം നന്നായിട്ട്. പിന്നെ ഇതെല്ലാത്തിനും പുറമെ നമ്മൾ എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് എല്ലാ മരുന്നുകളും വർക്ക് ചെയ്യണേ. ഞാൻ 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേക്കും, യോഗ ചെയ്യും. എനിക്ക് കുറച്ച് എക്സസൈസ് തുടരാൻ തോന്നിയാൽ ഞാൻ ഡാൻസ് കളിച്ച് റീലിടും. അങ്ങനത്തെ എല്ലാ എക്സസൈസും ഞാൻ തുടരുന്നുണ്ട്. ഒരു ആളും എനിക്ക് ഗുണപ്പെട്ട ഈ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പം എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് ചാച്ചനുണ്ട്. അമ്മയ്ക്ക് ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ആരും ഞാനൊരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷനാണ് ഞങ്ങളിത് ചെയ്യുന്ന ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നാട്ടിൽ കിട്ടാനുള്ള സാധ്യതയില്ല. നാട്ടിൽ കിട്ടും എന്നാണ് ചിലർ ഈ പറയുന്നത്. ബ്രാൻഡ് തന്നെയാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് പ്രൊമോഷൻ ഒന്നും അല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നന്മ അല്ലെങ്കിൽ ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു.